to Giggly Cow. ആക്ച്വലി ഇന്ന് ഡെസ്റ്റിനേഷൻ ഇല്ല, പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തേക്ക് എന്നുള്ള ഇല്ലാതെ നമ്മൾ ഇവിടുത്തെ മിനിയൂട്ടി റോഡ് ഉണ്ട്, അതിലൂടെ കയറി നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്ന സമയത്ത് അതാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. പക്ഷെ ഞങ്ങൾ സമ്മതിക്കണം, കാരണം എന്താ വെച്ചാൽ ഈ കൊട്ട വെയിലത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലേ നമ്മുടെ കഥ. കൊട്ടം വെയിലത്ത് ഞങ്ങൾ പോവാണ്, അതും മിനിയൂട്ടി റോഡ്. എന്തായാലും പോയി നോക്കാം. നോക്ക് ഗൈസ്, നോക്ക്, ഇതെന്താന്നറിയോ? നോക്കാതിമ ഫുള്ള് നെല്ലിക്ക നിങ്ങൾ കാണുന്നുണ്ടോ? ഫുൾ നെല്ലിക്ക. ഇതിങ്ങനെ പോകുന്നതില് പോയപ്പോ കണ്ടതാ, അടിപൊളി. ഫുള്ള് നെല്ലിക്ക, ഫുള്ള് നെല്ലിക്ക. ഞങ്ങളിപ്പോ ഇങ്ങനെ പാസ് ചെയ്തപ്പോഴേ കണ്ടതാ. വലുതായിട്ടില്ല, ചെറുതാണ്. ഇത് വലിയതാവുന്ന അതാവൂലേ? ഒരൽപ്പം നോക്കൂല. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉള്ളല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ മരം ആണോ? ഇങ്ങനെ പറിച്ച് കഴിക്കണം എന്നുള്ളത് ഞാൻ എവിടുന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ? മസിനഗുഡി വഴി ഊട്ടി പോയിരുന്നു കുറെ മുൻപ്. അന്ന് ഇതുപോലെ അവിടെ ഇതേപോലെ ഒരു മരം കണ്ടു പാസ് ചെയ്യണം അവിടെ. പക്ഷെ ഫോറസ്റ്റിൽ വണ്ടി നിർത്താൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ പോയ സമയത്ത് ഇതേപോലെ പാസ് ചെയ്തപ്പോ ഒരുപാട് നെല്ലിക്ക, അവിടുത്തെ ഒരു മരത്തില് ഒരുപാട് നെല്ലിക്ക. എനിക്ക് തോന്നുന്ന കുറച്ച് വലിയ, നമ്മളാ വലിയ നെല്ലിക്കല്ലേ, അതാണ് തോന്നുന്നുണ്ട്. ഒരുപാടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഞാൻ ആലോചിച്ചു, അതിങ്ങനെ നമ്മൾ നിർത്തി ഇങ്ങനെ പറിക്കാൻ കഴിഞ്ഞെങ്കിൽ. അതേപോലെ എന്താ ചെയ്തേ? എന്താ ഇവിടെ ഒന്ന് ഞാന് ഈ ഉപ്പിലിട്ടതിന്റെ ഫാനൊന്നും അല്ല, ഉപ്പിലിട്ട സംഭവങ്ങളുണ്ടല്ലോ അതിന്റെ ഫാനല്ല. പക്ഷെ ഇങ്ങനെ നെല്ലി കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല, ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ പറിച്ച് കഴിക്കണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു. അതെന്തായാലും കുഴപ്പമില്ലായി. നെല്ലിക്ക വേണമെങ്കിൽ പോരേണ്ടി വരും. എല്ലായിടത്തും ഉണ്ട് കേട്ടോ നെല്ലിക്ക. നെല്ലിമരം കുറേ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ആ വീട്ടിലൊക്കെ സൈഡിലൊക്കെ ആയിട്ട് നെല്ലിമരങ്ങളുണ്ട്. അതുപോലെ ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചതാന്നൊക്കെ, പല വീട്ടിലും ജലസംഭരണി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് ഞാൻ LP സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കിയിരുന്നു ആ ജലസംഭരണി എന്ന് പറഞ്ഞത്. ഫിൽറ്ററിങ് ഉണ്ടല്ലോ, വെള്ളം ഫിൽറ്റർ ചെയ്യണേ. അപ്പം അങ്ങനത്തെ അതിപ്പോൾ ഇവിടെ പല വീടുകളിലും ഞാൻ കണ്ടു ജലസംഭരണി ഉണ്ടാക്കി വെച്ചത്. വെള്ളം കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കൂലേ. എന്തായാലും വെള്ളം ഉണ്ടാവും, അതേ ഭാഗത്തുണ്ടാവും. പിന്നെ അവർക്ക് മോട്ടർ അടിച്ച്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വീടൊക്കെ എടുക്കുക, നല്ല പ്രകൃതി കണ്ടിട്ട് എണീക്കുക. പക്ഷെ ഭയങ്കര വെയിൽ, അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും വെയിലിന്റെ ഈ ഒരു സമയത്ത്. ചിലപ്പോൾ നല്ല കാറ്റുമായിരിക്കും. ഇപ്പൊ കുറച്ച് കാറ്റൊക്കെ വരുന്നു. നല്ല വൈബുള്ള കൊടൈക്കനാൽ പോണ നല്ല തണുപ്പുള്ള ഒരു ഏരിയ കേട്ടോ. അപ്പുറത്ത് വലിയൊരു കോറയുണ്ട്,
അവിടെ താഴെ. അവിടെ താഴെ അതിലൂടെ പോയാൽ അവിടെ താഴെ വലിയൊരു കോറിയുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ കുറച്ചൊരു നല്ല തണുപ്പുള്ള പല സ്ഥലത്തുകൂടിയും പോരാ, ചെറിയ റൂട്ടുണ്ട്. അതുപോലെ പല ഏരിയക്കും ഈ വഴിയിൽ തന്നെ മിനിയൂട്ടിന്ന് പല റൂട്ട് പറഞ്ഞാൽ മോങ്ങത്തേക്ക് ഇറങ്ങാം, കൊണ്ടോട്ടിക്ക് ഇറങ്ങാം, മുസ്ലിയാരങ്ങാടിക്ക് ഇറങ്ങാം, പിന്നെ എന്താ പറയുക പൂക്കോട്ടൂരിക്ക്, അങ്ങനെ പല ഏരിയക്കും കണക്ഷൻ ഉണ്ട്. കഴിക്കണവര് ഇവിടുത്തെ ഒരു ഭംഗി എന്താണോ, നല്ല കാറ്റ് കിട്ടും. ഉച്ച സമയമാണെങ്കിലും നല്ല കാറ്റ്. നല്ലൊരു നിങ്ങൾക്ക് എന്താ വട്ടാണോ ഈ ഉച്ച സമയത്ത് ഇറങ്ങി നടക്കാനെന്ന്? അതെ, ചെറിയൊരു വട്ടുള്ള കേസാണ് നമ്മൾ രണ്ടാളും. പിന്നെ അന്ന് ലീവാണ്, അപ്പൊ അങ്ങനെ എടുത്താണ്. ഇനി നമുക്ക് എന്താ പറയാ ഇത് മിനിയൂട്ടി റിയലൂട്ടിക്ക് പോണ്ടേ? പോയാണ്. പക്ഷെ എനിക്ക് എന്തോ അവിടെ പോകാനൊക്കെ ഒരു ആഗ്രഹം, കുറച്ചധികം ആഗ്രഹം. ഇവിടെ രാവിലെ വന്നാല് കോടൊക്കെ കാണാം കേട്ടോ, രാവിലെയും വൈകുന്നേരം. പിന്നെ ഇപ്പൊ നല്ല വേനലല്ലേ, അതിന്റെ തണുപ്പ് കാലം അങ്ങനെയൊക്കെ വരുന്നതില്. പക്ഷെ വൈബ് ആസ്വദിക്കാൻ കഴിയും കേട്ടോ, ആസ്വദിക്കാൻ ഒരുപാട് കാഴ്ചകൾ മൈൻഡ് നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. അങ്ങോട്ടൊക്കെ നോക്കി ഫുള്ള് മലകള്, ഫുള്ള് ഏത് ദിനം നല്ല കാറ്റുണ്ട്. നമ്മള് നല്ല ചൂടായി കാര്യം വിചാരിച്ചു, പക്ഷെ നല്ല കാറ്റുണ്ട്. ഏറ്റവും മല മുകളിലായോണ്ടേ. ഓക്കെ, ഞങ്ങള് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഇനി സംസാരിക്കാം. അതുപോലെ നമ്മൾ വരാനുള്ള വേറൊരു സ്ഥലമാണിത്. നിനക്ക് മിസ്റ്റി ഗ്രീൻ ഹിൽ പാർക്ക് അത് അവിടെ ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം അവിടെ സ്റ്റേ ചെയ്തതാണ്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് പോകണം, വിസിറ്റ് ചെയ്യണം. അവിടെ നല്ല രസമുണ്ട്. അപ്പോൾ അത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെയുള്ള ഏരിയയിലേക്ക് പോകാം. ആ ലോറിന്റെ പണിയാ ഫുള്ള് പൊടിയൊക്കെ. ചക്ക ഉണ്ട് ചക്ക. ഈ പൂവ് നല്ല ഭംഗിയാണ്. അത് ഇലം ജാത ഒരുപാടുണ്ടാവും. ഇത് എല്ലാം ഉണ്ടാകാൻ തുടങ്ങിയാൽ ഒരു മഴ ചെയ്ത് കഴിഞ്ഞാല് ഫുള്ളുണ്ടാവും. അപ്പൊ ഈ റോഡെല്ലാം ഭംഗി ഉണ്ടായിരിക്കും അല്ലേ? നല്ല രസം കാണാൻ. വെള്ളത്തിന്റെ വരി അങ്ങനെ നിൽക്കുന്നുണ്ടോ. എന്താ വ്യൂന്നോ. നല്ല കാറ്റുണ്ട്. ഇത് ഇപ്പത്തെ കുട്ടികളൊന്നും അങ്ങനെ ആരും കാണൂല. പറങ്കിയാങ്ങ പറക്കായില്ലേ? നല്ല സ്മെല്ല്. ഞങ്ങള് വണ്ടി ഇവിടെ തന്നെ ഇടും. അടിപൊളി അടിപൊളി. നല്ല നല്ല മണം.
ഒരു കാലത്ത് ഇവര് ഇതൊക്കെ ഇല്ലായിരുന്നു കഴിച്ചു പറഞ്ഞേ അല്ലേ ചെറുപ്പത്തിലൊക്കെ. ഇത് ബുൾബുൾ മിഠായി ഉണ്ടാക്കും. ഇതിന്റെ നീരെടുത്താണ്ട് മുട്ടായി പറഞ്ഞാല് ബുൾബുൾ മിഠായി പറഞ്ഞാല് ഇതിന്റെ നീരെടുത്താണ്ട് പിന്നെ സ്റ്റീൽ പാത്രത്തിൽ വെച്ചാണ്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് അപ്പൊ ഒരു കറുത്ത ഇതുണ്ടാവും, ബുൾബുൾ മിഠായി ഉണ്ടാവും. പല്ലുമലൊട്ടി പറഞ്ഞാൽ നമ്മള് കഴിക്കുന്നില്ലേ, അങ്ങനത്തെ ബുൾബുൾ മിഠായി ഉണ്ടാക്കും. ഈ അണ്ടി എടുത്ത് ചുട്ട് തിന്നു. അതേമാതിരി ഇതില്ലേ ഈ പച്ചണ്ടി, അത് കീറിയാല് മറ്റേ പരിപ്പ് കിട്ടും, വെള്ള അണ്ടിപ്പരിപ്പിന് അതേ ടേസ്റ്റ് തന്നെ. അത് അവിടെ നിലത്ത് കിടക്കുന്നത് അങ്ങനെ ഒരുപാടുണ്ട്. ഇതിന് എന്താ വേണ്ടി വെച്ചാൽ ഈ കടിച്ച് കറിച്ചത് വെറുതെ സാമ്പിൾ വെക്കും. ഇല്ല മധുരം, നല്ല മധുരം ഉണ്ടാവും. ചിലതല്ല ഇത് മധുരം കുറവാണ്, പക്ഷെ നീരുണ്ട്, നല്ലതാ. പണ്ടുള്ളവരൊക്കെ പറയും ക്യാൻസറിനൊക്കെ എന്തൊക്കെ ഒരു മരുന്നുണ്ട് എന്ന് പറയട്ടോ. നമ്മളെ വല്യാപ്പൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ട്. വല്യാപ്പല്ല, വല്യാപ്പയും പിന്നെ അതേപോലെ നമ്മളിപ്പൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ട്. ക്യാൻസറിനൊക്കെ ചെറിയ കറക്റ്റും കറില്ല കേട്ടോ, പറയാ നല്ലതാണെന്ന് പറയാം. പണ്ടത്തെ ആളുകളുടെ ഹെൽത്തിന്റെ നമ്മൾ നോമ്പിനൊക്കെ ഇതിങ്ങനെ അത് മധുരം കുറവ്, പക്ഷെ ഭയങ്കര നീരാ. ടേസ്റ്റ് തന്നെ ഒരു വേറെ ചോയ രസമാണ്. എനിക്ക് നമുക്കൊന്നും നല്ല ഇഷ്ടമാണ്. ഇത് എന്ത് സാധനം തിന്നും ഞാൻ അങ്ങനെ കഴിക്കാറ്, കഴിച്ചു നോക്കിയിട്ടില്ല. നമ്മൾക്കിപ്പോ ഇതൊന്നും ഇല്ലേ, നമ്മളെ ഏരിയയിലൊന്നും ഇല്ലേന്നു. ഇവരെ ഏരിയ ഇത് ചെമ്മലപ്പറമ്പാണ്. അവിടെ ഇങ്ങനത്തെ കശുവണ്ടിന്റെ തോട്ടായിരുന്നു അല്ലേ അവിടെ ഉണ്ടായിരുന്ന അധികവും. തുറക്ക ചമ്മലപ്പറമ്പ് ഇപ്പാളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ അവിടെ വീടായി, എല്ലായിടത്തും വീടായി സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം കേട്ടോ. ഇപ്പൊ നമ്മൾ കൊണ്ടോട്ടിയാണ്. അപ്പൊ നമ്മളവിടെ പറമ്പൂച്ചൊന്നുമില്ല ഇല്ല. അങ്ങനെ ഈ അണ്ടി ഇവിടെ തന്നെ ഇടുന്ന് ഒരു മലയാളം എടുത്തോ. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ ഓക്കെ മോൻ ഈ സംഭവം ഇല്ലാതെ അണ്ടി മാത്രമായിട്ടുള്ളത് അതെങ്ങനെ? ഇതേമാതിരി ഉണ്ടാവുക ആദ്യം അണ്ടി ഉണ്ടാവോ? അതെ അതെ അതെ, അത് വളർന്നാലാണ് അങ്ങനെ. പുതിയ അറിവാണ്. എങ്ങനെയാ ആദ്യം ഇങ്ങനെ പൂവായിട്ട് പിന്നെ ഇങ്ങനെ ആയിട്ട് പിന്നെയാണ് ആ മഞ്ഞ സംഭവം അതിന്റെ മുകളിൽ ഉണ്ടാവാന്ന്. അതെനിക്ക് പുതിയ അറിവായിരുന്നു. ഇപ്പൊ തന്നെ കത്തിന്റെ കീറിക്കാണെങ്കിൽ വെള്ള അണ്ടിപ്പരിപ്പില്ലേ, അതാ കിട്ടാ. നേരത്തെ പോയ ലോറി നമ്മുടെ പിറകിലാലെ വരുന്നത്. റോഡ് മോശമാണ്. റോഡൊന്നും അവർക്ക് ക്ലീൻ ആക്കിയിരുന്നു. ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാക്കാണ്ടേ, കൃഷിയൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. അതൊക്കെ കറണ്ട് ഉണ്ട്. നമ്മൾ അങ്ങാടി എത്തണം. എന്തിന് ഹോസ്റ്റൽ കേസൊക്കെ വരികയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ വൈബായി കേട്ടോ. നമ്മളെ അങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങൾ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം നടന്ന്. ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അതുകൂടെ ഇതിൽ ആഡായി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് വളരെയധികം കൂടുന്നുള്ളതുകൊണ്ട് അത് ഞാൻ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ. സ്റ്റേ ട്യൂൺ.